സഹപ്രവർത്തകരെ, സഹോദരി സഹോദരന്മാരെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ UDF സർക്കാർ RSSന്റെ അജണ്ടകളുടെ നടത്തിപ്പുകാരാകരുത് എന്ന മുദ്രാവാക്യം ഉന്നയിച്ചുകൊണ്ട് പാർട്ടി സംസ്ഥാന വ്യാപകമായി നടത്താനിരിക്കുന്ന പ്രചാരണ പരിപാടികളുടെ മുന്നോടിയായി നടക്കുന്ന ഒരു പരിപാടിയാണ് ഈ സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും. നമുക്കറിയാം, ദയനീയമായ പരാജയം ഏറ്റുവാങ്ങി ഭരണത്തിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്ന LDF അവരുടെ തെറ്റുകൾ എല്ലാ നിലകളിലും വിശദമായ വിശകലനത്തിന് വിധേയമാക്കി കണ്ടെത്തി എണ്ണിപ്പറഞ്ഞ് പ്രഖ്യാപിക്കുകയും തിരുത്തുമെന്ന് പ്രതിജ്ഞയെടുക്കുകയും ചെയ്യുന്ന തെറ്റുകൾ ഒരു മാസം തികഞ്ഞിട്ടില്ലാത്ത UDF സർക്കാർ അതേപടി പകർത്തുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. സംഘപരിവാറിന് സംസ്ഥാനത്തെ തീരെഴുതി കൊടുക്കുന്ന, സംസ്ഥാനത്തെ വിഭവങ്ങൾ മുഴുവൻ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുന്ന പരിപാടികളുമായി മുന്നോട്ട് പോകുന്നു. ഇത്തരമൊരു ഘട്ടത്തില് കേട്ടുനിൽക്കുന്ന സാധാരണക്കാരായ ആളുകൾക്ക് ചോദിക്കാവുന്നതാണ്, ഈ പറയുന്ന ഗവൺമെന്റ് ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട്, അധികാരം ഏറ്റെടുത്തിട്ട് ഒരു മാസം പോലും തികഞ്ഞിട്ടില്ല, അല്പം സമയം കൊടുക്കേണ്ടേ എന്ന്. അതിന്റെ ഉത്തരം, അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഈ ആരോപിക്കുന്ന സംഗതികൾ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം മുഖ്യമന്ത്രിയായ VD സതീശനും UDF സർക്കാരും ആരംഭിച്ചിട്ടുണ്ടായിരുന്നു എന്നതാണ്. മറ്റൊന്ന്, 10 വർഷം കൊണ്ട് LDF സർക്കാർ വരുത്തിവെച്ച വിലകൾ മുഴുവൻ 10 ദിവസം കൊണ്ട് ഇവിടെ പ്രാവർത്തികമാക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഈ UDF മുന്നണിയെ അധികാരത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി അന്ധമായി പിന്തുണയ്ക്കുകയും അതുപോലെ തന്നെ സർവ്വവിധ സന്നാഹങ്ങളും ഒരുക്കുകയും ചെയ്ത രാഷ്ട്രീയ പാർട്ടികളും സാമൂഹിക വിഭാഗങ്ങളും അവരുടെ PR വർക്ക് ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരുന്ന ഘടകകക്ഷിയെ പോലെ പ്രവർത്തിച്ച മാധ്യമങ്ങളും അവർക്ക് പറയേണ്ടി വന്നിരിക്കുന്നു, ഒരു മാസം കഴിയുന്നതിന് മുമ്പ് നിങ്ങളെ ഇടതുപക്ഷത്തിന്റെ തെറ്റുകൾ ആവർത്തിക്കാനല്ല, ആ തെറ്റുകൾ തിരുത്താനാണ് ജനങ്ങൾ മാൻഡേറ്റ് നൽകിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പിന്തുണച്ചവർ തന്നെ തിരുത്തി പറയേണ്ട ഘട്ടമുണ്ടായി. ഇവിടെ സൂചിപ്പിച്ചതുപോലെ VD സതീശൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് RSSന്, അധികാരത്തിലില്ലാത്ത RSSന് മണ്ണെടുക്കുന്ന ജോലിയാണ്, വഴിയൊരുക്കി കൊടുക്കുന്ന ജോലിയാണ്. അധികാരം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ സംഘപരിവാറുമായും കോർപ്പറേറ്റ് ലോബിയുമായും നടത്തിയ കൂടിക്കാഴ്ചയും ധാരണയും അനുസരിച്ച് തന്നെയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, RSSനെ സംബന്ധിച്ചിടത്തോളം അവരുടെ അജണ്ട നടപ്പിലാക്കുന്നതിന് മുഖ്യമന്ത്രിയോ മറ്റു അധികാരികളോ BJP ആകണമെന്നൊരു നിർബന്ധവുമില്ല. RSS മനസ്സുള്ളവരായാൽ മതി. VD സതീശനിൽ സംഘപരിവാർ കാണുന്നത്, RSS കാണുന്നത് ആ മനസ്സാണ്. ആ മനസ്സ് പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങളെ ആലോചിക്കാം, ഈ SDPI എന്ന് പറയുന്ന പാർട്ടി എല്ലാവരും അന്ധമായി ഇങ്ങനെ പിന്തുണച്ചപ്പം കൂടെ പിന്തുണച്ചവരല്ല. അതുകൊണ്ട് തന്നെ അവർ ഭരണത്തിലേറിയ പാർട്ടി സർക്കാരിനെ കുറിച്ച്, മുഖ്യമന്ത്രിയെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് ഞങ്ങൾ മാത്രമല്ലല്ലോ പറയുന്നത്. ഞങ്ങൾ പറയുന്നതിന് മുമ്പ് പറഞ്ഞത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരു പ്രമുഖ പത്രം, പ്രമുഖം എന്ന് ഞാൻ പറയുന്നത് കേരളത്തിലെ അത്യാവശ്യം നല്ല സർക്കുലേഷനുള്ള പത്രം എന്നതുകൊണ്ട് തന്നെയാണ്, UDFനെ പൂർണ്ണമായും പിന്തുണക്കുന്ന പത്രം സുപ്രഭാതം പറഞ്ഞിരിക്കുന്നത് ഭരണമാറ്റം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാവ്യവൽക്കരണം നടത്തുന്നു എന്നാണ്. ഈ പാർട്ടി അധികാരത്തിലെത്തിയത് ഞങ്ങളാണ്, തെരഞ്ഞെടുപ്പിൽ അജണ്ട നിശ്ചയിച്ചു കൊടുത്തത് ഞങ്ങളാണ് എന്നൊക്കെ അവകാശപ്പെടുന്ന പാർട്ടിയും അവരുടെ മാധ്യമങ്ങളും ഒക്കെ തന്നെ
ഈ കാവ്യവൽക്കരണത്തിനെതിരെ, കോർപ്പറേറ്റ് വൽക്കരണത്തിനെതിരെ മുഴുവൻ പാർട്ടികളും എല്ലാവിധ അഭിപ്രായങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഒന്നിച്ചണിനിരക്കണം എന്ന് പറയുന്നു. നമുക്കറിയാം, ഞാൻ കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല. അധ്യക്ഷൻ ഇവിടെ ഉയർത്തുന്ന ഈ മുദ്രാവാക്യത്തിന്റെ പ്രമേയത്തിന്റെ വിശദാംശങ്ങൾ വെച്ചുകൊണ്ട് ഇവിടെ സംസാരിക്കും. ചില സൂചകങ്ങൾ മാത്രം. നയപ്രഖ്യാപന പ്രസംഗത്തെക്കുറിച്ച് LDF പ്രതിപക്ഷങ്ങൾ ആരോപിക്കുന്ന ഒരു സംഗതിയുണ്ട്. അതില് കേന്ദ്രത്തെക്കുറിച്ച്, കേന്ദ്രത്തെ പിണക്കുന്ന, അവർക്ക് അരുചികരമായി തോന്നുന്ന ഒരു പരാമർശവുമില്ല. കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഒരു സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗം നടക്കുമ്പോ കേന്ദ്രം പ്രത്യക്ഷമായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഫെഡറൽ തത്വങ്ങളെ അട്ടിമറിക്കുന്ന നടപടി, അവർ ഭരിക്കാത്ത സംസ്ഥാനങ്ങളിൽ സാമ്പത്തികമായി ഉപരോധിക്കുന്ന നടപടി, ഇതേക്കുറിച്ച് ഒരു പരാമർശവും ഇല്ലാതെ പോയത് വെറുതെയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. വന്ദേമാതരം ചൊല്ലാതെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് അതുകൊണ്ടല്ല എന്ന് മനസ്സിലാക്കണം. ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മംഗലാപുരത്തെത്തിയിട്ട് NDA നേതാക്കന്മാരെ കണ്ട് ധാരണ ഉണ്ടാക്കിയതും എന്താണ് എന്ന് നമ്മൾ അറിയണം. അദ്ദേഹത്തിന്റെ നിയമനത്തിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും അറിയണം. RSS സഹയാത്രികനായ പഴയ ഇലക്ഷൻ കമ്മീഷണർ തന്നെ തന്റെ സെക്രട്ടറിയായി നിർത്തിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സംഘപരിവാർ സഹയാത്രികനും വർഗീയ വിഷൻ സ്ഥിരമായി വമിച്ചിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുമായ ആളിനെ തന്നെ മാധ്യമ സെക്രട്ടറിയായി നിശ്ചയിച്ചിരിക്കുന്നത് എന്താണ് എന്നാണ്. ഞാൻ എന്റെ ജനങ്ങളുടെ മാനുവേറ്റ് കൊടുത്തത് ഒന്നായിട്ട് എല്ലാവരും ആ നടപടി ഒരു ഗവൺമെന്റിന്റെ നടപടിക്രമങ്ങളിലുള്ള പിശകുണ്ട്, അത് പരിഹരിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണോ? ഇത് ജനങ്ങളെ പരിഹസിക്കലാണ്. അതുപോലെ അദ്ദേഹം കാവ്യവൽക്കരണത്തെ കുറിച്ച് സെനറ്റിലെ 19 അംഗങ്ങളെ BJPക്കാരായ RSSകാരെ തിരികേറ്റിയതിനെ കുറിച്ച് BCA RSSകാരനെ നിയമിച്ച കുറിച്ച് ചോദിച്ചപ്പോ ഇതൊന്നും ഞങ്ങളുള്ളപ്പോ തുടങ്ങിയതല്ല, കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തന്നെ തുടങ്ങിയിട്ടുള്ളതാണ്. മറ്റൊരു പരിഹാസം. ഇതുപോലെ വന്ദേമാതരം പാടിയതിനെ കുറിച്ച്, വന്ദേമാതരം പാടിയത് കേരള സർക്കാരിന് എനിക്ക് ഉത്തരവാദിത്തമില്ല, അത് രാജ്ഭവന്റെ ഗവർണർ ഓഫീസിന്റെ നിർദ്ദേശമായിരുന്നു. നമുക്കറിയാം ഒരു കാര്യം, എല്ലാ കാര്യങ്ങളും വിശദമായി പരിശോധിച്ച് തിരുത്തലുകൾ വരുത്തി ശേഷം മാത്രമാണ് സത്യപ്രതിജ്ഞ നടന്നത്. ഇതൊക്കെ നിങ്ങൾ വിവരമുള്ളവരാണെങ്കിൽ, ജനങ്ങൾ മുഴുവൻ വിവരമില്ലാത്തവരാണ് എന്ന് കരുതി ജനങ്ങളെ പരിഹസിക്കുകയാണ്. ജനങ്ങളെ പരിഹസിക്കരുത് എന്നാണ് പറയുവാനുള്ളത്. പറഞ്ഞല്ലോ, ഇവിടെ ജനപ്രിയമായ ഒരുപാട് പ്രഖ്യാപനങ്ങൾ. അതിന്റെ ഒരു പ്രധാന പ്രഖ്യാപനത്തിന്റെ സാക്ഷാത്കാരം ഇന്ന് നടക്കുന്നു. സ്ത്രീകൾക്ക് ബസ്സിൽ സൗജന്യ യാത്ര. ജനപ്രിയ പ്രഖ്യാപനങ്ങളൊക്കെ വളരെ നല്ലതാണ്, പദ്ധതികളും നല്ലതാണ്. കേരളത്തെ പൊതുയോഗത്തിലേക്ക് നയിക്കുന്നതിനുള്ള വളരെ നല്ല പരിപാടികൾ ആവിഷ്കരിക്കുന്നതും നല്ലതാണ്. പക്ഷെ അതിന്റെ പേര് അതൊക്കെ നടത്തുന്നു എന്ന് വെച്ച് ഞങ്ങളുടെ ഈ സംസ്ഥാനത്ത് ഇവിടുത്തെ കരിമണലും അതുപോലുള്ള പ്രകൃതി വിഭവങ്ങളൊക്കെ അദാനിക്ക് മറ്റ് കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി കൊടുക്കുന്നതിനെതിരെ നിശ്ശബ്ദത പാലിക്കാൻ കഴിയില്ല എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സംസ്ഥാനത്തെ മൊത്തം സംഘപരിവാറിന് അടിയറ വെക്കുന്നതിനെ ഞങ്ങൾക്ക് പിന്തുണയ്ക്കാൻ കഴിയില്ല എന്ന് പറയുക. സൗജന്യ യാത്ര നല്ലത് തന്നെ, സ്ത്രീകൾക്ക് വലിയ ആനുകൂല്യം, അംഗീകാരം, അവകാശം. പക്ഷെ ഒരു കാര്യം പറയാനുണ്ട്, സൗജന്യങ്ങൾ എറിഞ്ഞു കൊടുത്തുകൊണ്ട് ആനുകൂല്യം അവരുടെ ആനുകൂല്യം നേടിയെടുക്കുന്നത് ഒരു നല്ല സർക്കാരിന്റെ ലക്ഷണമല്ല, പദ്ധതിയല്ല. സൗജന്യങ്ങൾ എറിഞ്ഞു കൊടുക്കുക, എന്നിട്ട് വോട്ട് നേടുക. ചെയ്യേണ്ടത് സൗജന്യം നൽകിയല്ല, സ്വാശ്രയത്വത്തിലേക്ക് ജനതയെ കൈപിടിച്ചുയർത്തുകയാണ് വേണ്ടത്. സൗജന്യങ്ങൾ നൽകുന്നത് സ്വാശ്രയത്വമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് പറയുമ്പോ സ്ത്രീകളെ അപമാനിക്കുകയാണ്, ജനപ്രിയ പദ്ധതികളെ വിമർശിക്കുകയാണ് എന്നൊക്കെ വന്നേക്കാം. ഞങ്ങള് ചെയ്ത ഒരു വലിയ അപരാധം ഉണ്ടായിരുന്നു. എന്താ അപരാധം? അത് കേട്ടു നിൽക്കുന്നവർക്കും കേരള ജനങ്ങൾക്കും അറിയാവുന്ന, കഴിഞ്ഞ തെരഞ്ഞെടുപ്പില് പാർട്ടികള്, സാമൂഹ്യ വിഭാഗങ്ങള്, മതവിഭാഗങ്ങള്, ചില മാധ്യമങ്ങളൊക്കെ തന്നെ അന്ധമായി UDF പിന്തുണക്കാൻ തയ്യാറായി വന്ന്
സംഘഗാനം ആലപിച്ചപ്പോ ആ സംഘഗാനത്തിന്റെ ഈരടികൾ പാടാൻ ഞങ്ങൾ തയ്യാറായില്ല എന്നതാണ്. പട്ടാപ്പകൽ ഇത് രാത്രിയാണ്, പതിരാത്രിയാണെന്ന് പറഞ്ഞപ്പോ അങ്ങനെ തന്നെ എന്ന് പറയാൻ തയ്യാറായില്ല എന്നതാണ് SDPI ചെയ്ത വലിയ അപരാധം. ഞങ്ങൾ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ അടുത്ത നിലപാടിന്റെ പ്രസക്തി പ്രാധാന്യം കാലം തെളിയിക്കും. ഈ വിമർശനങ്ങൾക്ക് കാലം മറുപടി പറയുന്നു. കാലം ഏറെ കഴിയുന്നതിന് മുമ്പ് തന്നെ വളരെ വ്യക്തമായി നമ്മുടെ മുന്നിൽ അത് സമ്മതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുവാനുണ്ട്. മുസ്ലിം ലീഗ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ദൗത്യം എന്താണെന്ന് പറഞ്ഞാൽ വളരെ അപകടകരമാണ്. ന്യൂനപക്ഷങ്ങളെ, പിന്നോക്ക വിഭാഗങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ ഇത്തരം നെറികെട്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോ നിശബ്ദത പാലിക്കാൻ നിർബന്ധിക്കുന്നു, പരിശീലനം നൽകുന്നു. ഇത് വലിയ അപകടമാണ്. എന്തുകൊണ്ടാണ് SDPI ഇങ്ങനെ ആക്രമണത്തിന് വിധേയമായത് എന്ന് നമുക്കിപ്പോ മനസ്സിലാവുന്നു. എല്ലാവരും ഏകസ്വരത്തിൽ ഇതിനെതിരെ മിണ്ടാതിരിക്കുമ്പോ, അല്ലെങ്കിൽ അലേന് പാടുമ്പോ ഇതിനെതിരെ ശബ്ദിക്കാൻ സാധ്യതയുള്ള ഒരേ ഒരു പാർട്ടി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി മാത്രമായിരിക്കുമെന്ന് അവർ നേരത്തെ കണ്ടിരുന്നു. അതുകൊണ്ട് എന്ത് തന്നെ വിമർശനങ്ങൾ ഉണ്ടായാലും ഞങ്ങൾ ഇത്തരം പ്രചരണങ്ങളുമായിട്ട് ഇറങ്ങുമ്പോ ഇത് ഒരേക്ഷത്തിന് വേണ്ടി, CPM-ന് വേണ്ടി, കമ്മ്യൂണിസ്റ്റുകാർക്ക് വേണ്ടി ഓശാന പാടുകയാണ് എന്നൊക്കെ പറയുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞാലും ഞങ്ങൾ നിശബ്ദത പാലിക്കാൻ തയ്യാറില്ല. രാജ്യത്തെ, സംസ്ഥാനത്തെ കോർപ്പറേറ്റുകൾക്ക് തീരുന്നതിനെതിരെ, അതുപോലെ സംഘപരിവാറിന് അടിയറവെക്കുന്നതിന് വേണ്ടി ഞങ്ങൾ സ്ഥിരമായി ശബ്ദിച്ചുകൊണ്ടിരിക്കും. ഞങ്ങൾ നിങ്ങൾ എന്ത് തന്നെ ചാപ്പ കുത്തിയാലും എന്ന് പറഞ്ഞുകൊണ്ട് UDF സർക്കാർ ഈ സംഘപരിവാർ പ്രീണനത്തിൽ നിന്ന്, RSS അജണ്ട നടപ്പിലാക്കുന്നതിൽ നിന്ന് മാറി നിൽക്കണം എന്ന് ശക്തമായി ആവശ്യപ്പെട്ടുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് SDPI.